പേരിൽ ഇത്രയും നോണ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇനി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? എന്താ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ കളവെന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അതാ യാ നബി അല്ലാഹ് ബിഅബി അൻത വ ഉമ്മി യാ നബി അല്ലാഹ് എന്നങ്ങ് റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു തേടിയില്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ ഒരു വിളിയെ സംബന്ധിച്ച് ഇല്ലാത്ത വിശ്വാസങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കതിന് മറുപടി തന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിനെ വിളിച്ചില്ലേ? മരിച്ചു വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. മരിച്ചു എന്നറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. മരിച്ചു എന്നുള്ളത് മുജാഹിദ് ഭാഷ കേട്ടോ, പറയാൻ പാടില്ല, മനസ്സിലാക്കണം. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. എന്നിട്ട് പറയുന്നത് എന്താ? നബിയേ നബിയേ അല്ലാഹു നിങ്ങൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല കേട്ടോ, ഒരു മരണമേ നിങ്ങൾക്കുമുള്ളൂ, ആ മരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ. മൂപ്പരെ ഭാഷയിൽ ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഇപ്പൊ നബിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, നബിയേ അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ മരിച്ചിട്ടാ, നിങ്ങൾക്ക് 2 മരണല്ലേ, ഒറ്റ മരണേ ഉള്ളൂ, ആ മരണങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പൊ നബി ഇങ്ങനെ അവിടെ കിടന്നിട്ട് ആഹാ 2 മരണല്ലേ, ഒറ്റ മരണമില്ലല്ലേ, ഓ അബൂബക്കർ അത് പഠിപ്പിച്ചെന്ന് നന്നായി എന്ന രൂപത്തിൽ ആ മൂപ്പര് കൊണ്ടുപോകുന്നത്. പഠിപ്പിച്ചു കൊടുക്കുക, നബിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലും. നിങ്ങൾ ചിന്തിക്കണം, ഇതാണ് ഇപ്പൊ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? മൂപ്പര് പറയുന്നുണ്ട്, ഒരു സലഫിയും വിചാരിക്കണ്ട അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് വിളിച്ചത്. മൂപ്പര് പക ഒരു ചൊട്ട്. എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചു വെച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വന്ന് പറഞ്ഞത് അവിടെയുള്ള ഒരു മഹാനെ പഠിപ്പിക്കാനാണ്, നബിനെ പഠിപ്പിക്കാനല്ല. തിരിഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് ബിഅബി അൻത വ ഉമ്മി യാ നബി അല്ലാഹ് ലാ യജ്മഉല്ലാഹു വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതല്ല കേട്ടോ, വഫാത്തായ നബികൾക്കും എന്ന നിലക്ക് നബിക്കത് ക്ലാസ് എടുത്തു കൊടുത്തതല്ല കേട്ടോ, മറിച്ച് അവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആരാണ് ആ മഹാൻ? അറിയില്ലേ ചരിത്രത്തിൽ? അല്ലാഹനെ തന്നെയാണ് സത്യം. മാമാത്ത റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുറഞ്ഞു തുള്ളുന്നുണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കാനായി ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ശൈലിയിലില്ലേ? അങ്ങനല്ലേ ഒരു കാര്യം? ഒരാളോടാ സംസാരിക്കുന്നത്, പക്ഷെ ഉദ്ദേശം വേറുള്ളവർ കേൾക്കാനാ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദിനെ മുത്തുന്ന നേരത്ത് പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ഒരു കല്ലാണ്, നീ ഉപകാരോപദ്രവൊന്നും ചെയ്യൂല, പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിക്കുന്നത്? ഹബീബ് നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കല്ലിനോട് പറഞ്ഞതാ? അല്ല, ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകളെ പഠിപ്പിച്ചതാ. എന്തിനാണ് കല്ലിനെ മുത്തുന്നത്? ഹബീബിനെ ഇത്തിബാഴ് ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഴ് ചെയ്യാൻ. ഒരാളോട് സംസാരിക്കുക, ഉദ്ദേശം അയാൾ കേൾക്കലല്ല, കൂടെയുള്ള ആളുകൾ കേൾക്കലാണ്. എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയുടെ മരണത്തിന്റെ നേരത്ത്, സക്കറാത്തിൽ കടന്നുകൊണ്ട് കുട്ടി പടയുന്ന നേരത്ത് ഹബീബ് ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണ്. ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കാനല്ല. 2 കാരണങ്ങൾ പണ്ഡിതന്മാരവിടെ പറയുന്നുണ്ട് ആ സംസാരം ഇബ്രാഹിമിനോടല്ല എന്ന്. കാരണം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരനാണ്, ശിശുവാണ്, കുട്ടിക്കത് മനസ്സിലാവില്ല. രണ്ടാമത്തത്, ഇനി കേട്ടാൽ തന്നെ കുട്ടി മരണവക്ത്രത്തിലാണ്, സക്കറാത്തിന്റെ ഹാലിലുള്ളവരോട് സംസാരിച്ചാൽ എന്ത് മനസ്സിലാകാനാണ്? 2 നിലക്കും ആ സംസാരം ഇബ്രാഹിം എന്ന കുഞ്ഞിനോടല്ല, മറിച്ച് കൂടെയുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് പറയുകയാണ്, അതാ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങളും ദുഃഖിതരാണ്, പക്ഷേ അല്ലാഹുക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ പറയൂല. ക്ഷമ പഠിപ്പിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ.
എന്നിട്ട് മൂപ്പര് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുങ്ങാണ്ട് യാ നബിയല്ലാഹ് മരിച്ചു വഫാത്തായി കഴിഞ്ഞ ഉടനെ യാ നബിയല്ലാഹ് എന്നാ വിളിച്ചത്. മൗലവി എന്നോട് ചോദിച്ചില്ലേ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ടോന്ന്? ഞങ്ങളോട് ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്ത് സഹായമായി ഇവിടെ ചോദിച്ചത്. മാത്രമല്ല നിങ്ങൾ അന്ന് വേറെയും പറഞ്ഞിരുന്നു, നബിയേ ഞങ്ങളെ നിങ്ങൾ ഓർക്കണേ, ഉദ്കുർനാ ഞങ്ങളെ അങ്ങൊന്ന് ഓർക്കണേ അവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ ഗസാലി ഇമാമിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഉദ്ധരണികളും പറഞ്ഞിരുന്നല്ലോ. ഓരോന്നും ഇവിടെ നന്നായി അങ്ങ് വിവരിച്ചപ്പോ ഇപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതിനെ പറ്റി ഒരക്ഷരം ഇപ്പം ഉണ്ടാട്ടമില്ല. നിങ്ങൾ പഠിച്ചോ? പഠിച്ചെങ്കിൽ നല്ലത്. ഇല്ല ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഇനി പറയണ്ടോ? നാ പറ, എന്നാ അടുത്ത പ്രസംഗത്തിൽ പറ, നാവെടുത്ത് പറ, നന്നായി മറുപടി പറയാം. നാവടക്കി ഇരുന്നിട്ട് ഇടക്കിടക്കിങ്ങനെ പറയാം കരയുദ്ധമാണേ മൗലവി, കരയുദ്ധമാണേ മൗലവി എന്ന് പറഞ്ഞാ പോരാ, തെളിവുദ്ധരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതാണെന്ന് ഇനിയെങ്കിലും സമർത്ഥിക്കൂ. നിങ്ങൾ പറഞ്ഞ കളവുകളെന്ന് കൃത്യമായി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. മഹാനായ രണ്ടാമത്തെ ഖലീഫ